നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിൽ ഹൂത്തികളും ഇസ്രായേലും നേർക്കുനേർ ഡയറക്റ്റ് ഫൈറ്റ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. ഹുദൈദിയ പോർട്ട്, അൽസാലിയ പോർട്ട്, അതുപോലെ റാസിയ പോർട്ട് എന്നീ 3 പോർട്ടുകൾ ആക്രമിക്കും എന്ന ഭീഷണി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനു മറുപടിയായിട്ട് 24 മണിക്കൂറിൽ 3 മിസൈലുകളാണ് ഹൂത്തികൾ തൊടുത്തുവിട്ടത്. അതിന് പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഹുദൈദിയ പോർട്ടും അൽസാലിയ പോർട്ടും ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. 15 ഫൈറ്റർ ജെറ്റുകളിൽ 35 ബോംബുകൾ ഈ തുറമുഖ നഗരങ്ങളിൽ ഇസ്രായേൽ വർഷിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അതായത് ഡയറക്റ്റ് ടു ഡയറക്റ്റ് ഫൈറ്റ്, ഇസ്രായേലും ഹൂതികളും നേർക്കുനേർ പോരാട്ടം എന്ന അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ എത്തപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ അമേരിക്ക ഈ ഹൂതികളുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലും ഹൂതികളും ഡയറക്റ്റ് ഫൈറ്റ് എന്ന രീതിയിലേക്ക് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. ഇസ്മായിൽ ഹനിയ, എഹിയ സിൻവർ, ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ള എന്നിവരെ പോലെ ഹൂതി നേതാവ് അബ്ദുൽ അൽ ഹൂദിയെയും വധിക്കുമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന അവകാശവാദം ഉണ്ടാകുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തങ്ങളുടെ എല്ലാ ശത്രുക്കളെയും വധിച്ചതുപോലെ ഹൂതികളുടെ നേതാവിനെയും വധിക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഒപ്പം ഹൂതികളുടെ പ്രസ്താവന ഉണ്ടാകുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുമെന്ന്. അതായത് തലവന്മാരെ, ഈ യുദ്ധം നയിക്കുന്ന രണ്ടു പക്ഷത്തുമുള്ള നേതാക്കന്മാരെ, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹൂതികളുടെ നേതാവ് അബ്ദുൽ മാലി അൽ ഹൂദിയെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഇരുപക്ഷങ്ങളും നീങ്ങുന്നു എന്ന് തന്നെയാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൂതികൾ ചെറിയ മീനല്ല. കാരണം ഹിസ്ബുള്ള ഒക്കെ ഇസ്രായേലിനെ വല്ലാതെ വെള്ളം കുടിപ്പിച്ച ടീമുകളായിരുന്നു, പ്രോക്സികളായിരുന്നു ഇറാൻ്റെ. പക്ഷേ ഹിസ്ബുള്ള ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ഇസ്രായേലിൻ്റെ സാങ്കേതിക മികവൊക്കെ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ അവരുടെ വാക്കി ടോക്കികളിലും അവരുടെ അതുപോലുള്ള ഉപകരണങ്ങളിലുമൊക്കെ നുഴഞ്ഞു കയറി ഇസ്രായേലിന് വകവരുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഹൂതികൾ 2500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു വിമത ഗ്രൂപ്പാണ്. മാത്രമല്ല അവർ അമേരിക്കക്കെതിരെ വരെ ഉപരോധം പ്രഖ്യാപിച്ച ടീമാണ്. ചെങ്കടൽ വഴിയുള്ള അമേരിക്കയുടെ എല്ലാ വ്യാപാരവും തടയും, അമേരിക്കയിലേക്കുള്ള എണ്ണ വ്യാപാരം തടയും എന്നൊക്കെ പറഞ്ഞ് ഉപരോധിച്ച ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അമേരിക്ക ഹൂതികൾക്കെതിരെയുള്ള നിലപാടുകളിൽ നിന്ന് പിന്മാറിയത്. കാരണം അമേരിക്കയിലേക്ക് എണ്ണ എത്തുന്ന എല്ലാ മാർഗങ്ങളും ഹൂതികൾ ചെങ്കടൽ വഴി തടഞ്ഞിട്ടിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വരെ ഉപരോധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് അവർ. ചെറിയ ടീം, ചെറിയ മീൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൂതികൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒപ്പം ഇസ്രായേലിൻ്റെ ബെൻ ഗുരിയൻ എയർപോർട്ടിനെയും അതുപോലെ ടെൽ അവീവിനെയും ഒക്കെ ലക്ഷ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ചില ദുസ്സൂചനകളുടെ പ്രതിഫലനമാണ്. കാരണം കുറച്ചുകൂടി ദൂരത്ത് നിന്നാണ് ഹൂതികൾ ആക്രമിക്കുന്നത്. ദൂരത്ത് നിന്നുള്ള ആക്രമണങ്ങളെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, താഡ് അതുപോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്രത്തോളം പ്രതിരോധിക്കുവാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ ഇസ്രായേലിൽ തന്നെ ആശങ്കയുണ്ട്. ഇസ്രായേലി പത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതും വലിയ വാസ്തവമാണ്. ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നു, അവരുടെ ഔദ്യോഗിക വക്താക്കളുടെ പ്രസ്താവന ഉണ്ടാകുന്നു. അടുത്ത 4 മാസത്തേക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങൾ ഗസയിൽ എത്തിക്കുന്നതിന് വേണ്ടി തങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ 3 മാസമായി ഇസ്രായേൽ ഗസയിലേക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളോ വെള്ളമോ ഒന്നും എത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇസ്രായേൽക്ക് അടുത്ത ഉപരോധമാണ് ഗസയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അനുവദിക്കുകയാണെങ്കിൽ അടുത്ത 4 മാസത്തേക്ക് ഗസയിൽ ആഹാര പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗസയിലെ 10 ലക്ഷം പേരെ ലിബിയയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് US-ഉം ലിബിയയുമായി ചർച്ചകൾ നടന്നതായി ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നു. ഹമാസ് ശക്തമായി തന്നെ നിഷേധിക്കുകയാണ്, ഒപ്പം US നിഷേധിക്കുകയാണ്. കാരണം ഹമാസ് പറയുന്നത് ഗസയിൽ നിന്ന് ഒരാളെ പോലും ബലം പ്രയോഗിച്ച് മാറ്റുവാൻ സാധിക്കില്ല എന്നതാണ്. US വന്ന് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വരികയാണ്. ട്രംപ് ഇറാനോട് പറയുകയാണ്, നിങ്ങൾ എണ്ണ കൊണ്ട് വളരെ സമ്പന്നരാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ന്യൂക്ലിയർ
ആയുധങ്ങൾക്ക് പിറകെ പോകുന്നത്, ആണവ ശക്തിക്ക് പിറകെ പോകുന്നത്, എണ്ണ വിറ്റ് രാജ്യത്തെ സമ്പുഷ്ടീകരിക്കാൻ അല്ലെങ്കിൽ സമ്പന്നമാക്കുവാനാണ് അമേരിക്ക ഇറാനെ ഉപദേശിക്കുന്നത്. പക്ഷേ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വരികയാണ്. അബ്ബാസ് അരാക്ഷിയുടെ പ്രസ്താവനയിൽ വ്യക്തമാകുന്നത് ഇറാൻ അവർ ആണവായുധം സമ്പുഷ്ടീകരിക്കും, അത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, രാജ്യത്തെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന ഒരു വിശദീകരണം അബ്ബാസ് അരാക്ഷിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. മാർക്കോ റൂബിയോ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറയുന്നത് ഇറാനാണ് ആ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘടനകളും അതിൻ്റെ വിവിധ തലങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ ചർച്ചയിലുണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യയിലെ സന്ദർശനവും ഒരുപക്ഷെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനവും ഉണ്ടാകും എന്നായിരുന്നുവെങ്കിൽ ഇന്ന് അത് ഹൂതികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്നും ഗസയിലും ഇസ്രായേലിന് യുദ്ധം കടുക്കുന്നു എന്നാണ്. ഗസയിൽ നിരന്തര പോരാട്ടങ്ങളിലൂടെ കടുത്ത വെല്ലുവിളി അവിടുത്തെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇസ്രായേലിന് നേരെ ഉയർത്തുവാൻ കഴിയുന്നുണ്ട് എന്ന ഒരു വസ്തുതയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അവരുടെ സൈനിക വ്യൂഹത്തിൽ 4-5 പ്രമുഖ സൈനികരെ നഷ്ടമായിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഗസയിലോട്ട് ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തുന്നു എന്ന വാർത്തയും വാർത്താമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ അതിൻ്റെ പരമതിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.